ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ്, തൊയ്യിബാവൂല. ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോകാൻ പോവുകയാണ്, അപ്പൊ ഒരു പന്നി ചത്തിടക്കുന്നുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാകും, പക്ഷേ അത് തൊയ്യിബാവൂല. ഹലാല് വേറെയാണ്, തൊയ്യിബ് വേറെയാണ്. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ തൊയ്യിബാവുള്ളൂ. കച്ചവടമാണ് ഉദാഹരണം. കച്ചവടം ചെയ്യാണ് ഒരാളത്തെ എന്തെങ്കിലും ഒരു മുതലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടമാണെന്ന് വിചാരിക്കാം. എനിക്ക് മൊബൈൽ കച്ചവടമാണ്, ഞാൻ ജപ്പാനിൽ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി. വിചാരിക്കാപ്പം എന്തും വിചാരിക്കാലോ. ഇത് ഫ്രീ കിട്ടിയതാണ്, മൊലയന്മാരൊന്നും കൈയെടുത്ത് വാങ്ങലില്ല, ഒക്കെ ഫ്രീ കിട്ടിയതാണ്. ഇത് ജപ്പാനിൽ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി. ഇതിന് 10,000 രൂപയാണ് എനിക്കവിടെ വില. ഇൻ്റെ മുതലാണ്. എനിക്ക് 15-ന് വിൽക്കാം, 20-ന് വിൽക്കാം. വേണ്ടവർ മേടിച്ചാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി. 20-ന് ഇത് വാങ്ങി എഴുതിയിട്ട് ആൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും, അതുകൊണ്ട് പറ്റൂല. 20-ന് വാങ്ങാം, ഹലാലാവും. തൊയ്യിബാകണമെങ്കിൽ ഇത് വാങ്ങിയ ആള് ഇതിൻ്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട് കച്ചവടത്തിന്. നമ്മളത് വാങ്ങി സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് വാങ്ങി എന്ന് വിചാരിച്ചോളി. എവിടുന്നാ അപ്പം സെൻറ്റിന് 1,00,000-ന് കിട്ടുക? കുറച്ച് വേണമെന്നൊന്നും പറയാൻ വരണ്ട, വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പള്ളിൻ്റെ അടുത്ത് 10 സെൻറ്റ് സ്ഥലമുണ്ട്, സെൻറ്റിന് 1,00,000 റുപ്യയായിട്ട് 10 ലക്ഷം റുപ്യക്ക് നമ്മളത് വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല, പട്ടയം വാങ്ങി നികുതി അടച്ചു. സൈഡ് ചുവന്ന കല്ലുകൊണ്ട് 4 വരി കെട്ടി വൃത്തിയാക്കി, കുറച്ച് JCB കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി, കുറച്ച് വാഴ കുഴിച്ചിട്ടു, ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി, അതിമ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി. കണ്ടാൽ ഭയങ്കര റാഹത്ത്. ഒരു ഗൾഫേരൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള 10 സെൻറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാനത് സെൻറ്റിന് 1,00,000 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്, എൻ്റെ പേരിൽ രജിസ്റ്ററാണ്, സൈഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ്, ഇപ്പം കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ്. സെൻറ്റും ഒരു 50 റുപ്യ കിട്ടണം, 15 ലക്ഷത്തിനാണെങ്കിൽ അനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഓനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് 2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, എടാ നമ്മളെ പള്ളിയുടെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് വാങ്ങണം എന്നുണ്ട്, 15 റുപ്യയായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല, വാങ്ങിക്കോ, നല്ല സ്ഥലമാണ്, 15-ന് അത് നഷ്ടമൊന്നുമില്ലായിരുന്നു. അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ കാക്കാം, നമ്മളാ പള്ളിൻ്റെ മുമ്പിലുള്ള അബ്ദുറഹ്മാൻ്റെ 10 സെൻറ്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട്, 15 റുപ്യക്ക് തരാമെന്നാണ് പറയണത്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞു വാങ്ങിക്കട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വന്നുങ്ങാണ്ട് 1,00,000 റുപ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി 3 മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞുങ്ങാണ്ട് പോകുമ്പോൾ കിട്ടണ 5 ലക്ഷം റുപ്യല്ലേ, തൊയ്യിബാണ്. അതങ്ങോട്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ നേരാകാൻ വേറൊന്നും ചെയ്യണ്ട. ഇതാണ് തൊയ്യിബ്. ഇവിടെ നമ്മളെങ്ങനെ വിചാരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെല്ലാവരും കച്ചവടക്കാരാണ്. എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരായിക്കാരം. വാങ്ങാത്തവരും വിൽക്കാത്തവരും ആരുമില്ല. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ്. എത്രയ്ക്ക് ഇജ്ജത് വാങ്ങിയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ എന്തിനാ ഇജ്ജറിയണതെന്ന് ചോദിക്കും. വാങ്ങിയ വില നമ്മൾ പറയാൻ തയ്യാറില്ല. എന്തേ കാര്യം? അതന്നെയാണ് പ്രശ്നം. ഏറ്റവും നല്ല അമല് കച്ചവടമാണ്. കേടൊന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല. നല്ലത് കേടൊന്നാലാണ് ഏറ്റവും മോശമാകാം. യത്തീങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. യത്തീങ്ങാനെന്ന് ദർസിന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും. നല്ലത് കേടെന്നാൽ ഒറ്റ മോശമായി. ഏറ്റവും നല്ല അമൽ കച്ചവടമാണ്. ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്.
അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടും ഒപ്പം സ്വർഗത്തിലാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടത്തിൽ രണ്ടെണ്ണം വേണം. വിശ്വസ്തത മാത്രം പോരാ, സത്യസന്ധത മാത്രം പോരാ, കച്ചവടത്തിൽ രണ്ടും വേണം. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാവും. സിദ്ദീഖ് റളിയല്ലാഹുവിനും കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന് കച്ചവടക്കാരനായിരുന്നു, തുണി വ്യാപാരിയായിരുന്നു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിക്കച്ചവടക്കാരനാണ്. ഖലീഫയായി മഹാനവറുകൾ ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം മൂപ്പര് തുണിക്കച്ചവടത്തിന് പോവുകയാണ്. ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ കണ്ടു. എവിടുക്കാപ്പം നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോകുകയാണ് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടുകാരെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് പോകാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ എൻ്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക പറഞ്ഞു. ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പൊതു ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനായ ഖജാജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെലവ് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിൻ്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട്. ഒരാളെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളതോ ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക ചോദിച്ചു. ഒരാളത് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ എന്താ കാട്ടുക? സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഒന്നായിക്കോട്ടെ, രണ്ടാളത് ഭാര്യൻ്റെ കൂടിയും കൊടുത്തോളാറുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂലായിരുന്നു. രണ്ടാളത് കൊടുത്തിട്ട് കുട്ടികളത് എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കൊടുക്കാനുള്ള മടി അക്കാലത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഉണ്ടായി. ഉസ്താദന്മാരാരെയും സ്വകാര്യത്തിൽ കണ്ടിട്ടില്ല, വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഒരു സംഭവവും ഇല്ല. നമ്മളൊക്കെ മലപ്പുറത്തേരും മലബാറുകാരും ഒക്കെ ആയതുകൊണ്ട്, മലപ്പുറം കോഴിക്കോട് ആയതുകൊണ്ട് ഏകദേശം നാട്ടിൽ എങ്ങനെയൊക്കെയാന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും, ഇവിടുന്ന് ആരോ ഫോൺ ചെയ്തിട്ടുണ്ട് മൂപ്പരിക്കുന്നു. ഒന്നാമത് ഫോൺ ചെയ്താൽ എടുക്കുന്ന സ്വഭാവം തന്നെ എനിക്കില്ല എന്നുള്ളതാണ്. വാട്സപ്പ് എപ്പോഴേലൊക്കെ ഒന്ന് നോക്കും എന്നുള്ളതാണ് സംഗതി. നമ്മളൊക്കെ നാടുകളിൽ ഇങ്ങനെയാണ്. എന്തായാലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാന്നും കൂടി പരിഗണിക്കണം കേട്ടോ. എല്ലാവരടുത്തുള്ള സാധനം ആടാണ്. ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതിയുടെ ഖദർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു. പക്ഷേ മഹാനവറുകൾ വഫാത്തിന്റെ മുന്നേ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചുകൊണ്ടാണ് വഫാത്തായത്. വഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന, അത് മുഴുവൻ വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. എന്താ ഉമർ ഖത്താബിൻ്റെ പണിനിരങ്ങൾ? സ്ഥലക്കച്ചവടം. സീറത്തുൽ ഹലബിയിലുണ്ട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്, ബ്രോക്കറാണ്. 10 സെന്റ് 5 സെന്റ് 25 സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി നോക്കുക, അളക്കുക. ഇതന്നെ ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്ഥലക്കച്ചവടമാണ്. ഓല് ചെയ്യാത്തൊരു പണിയൊന്നുമില്ല, ഓലെല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അവരെ മാതൃകയാക്കണം, അപ്പോഴാണ് വിജയിക്കാൻ പറ്റുക. അപ്പോഴാണ് വിജയിക്കാം. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്ത്, കച്ചവടമാകുമ്പോൾ ദേശം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്ന അപ്പി പറഞ്ഞത്? മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണേ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ട് എന്ന് പറഞ്ഞത് എന്ത് കപ്പലാന്ന് നിങ്ങള്? കച്ചവട ചരക്ക് കൊണ്ടുവരുന്ന കപ്പല്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കപ്പലിൽ ചരക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ്. വലിയ ബിസിനസ്സാണ്, ഹോൾസെയിലാണ്. എന്നിട്ടെന്തേ? ഒരു കുഴപ്പമില്ല. നല്ലവർക്ക് ചെയ്യണമെന്ന് കരുതിയാലും നടക്കാത്ത കാര്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട
സഹാബത്തിലെ ഏറ്റവും പ്രമുഖനായ കച്ചവടക്കാരനായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തുനിന്ന് വന്ന മുഹാജിരീങ്ങളിൽപ്പെട്ട ഒരാളെയും മദീനയിൽ താമസമുണ്ടായിരുന്ന അൻസാരികളിൽപ്പെട്ട ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കച്ചവടക്കാരനാണ്. കയ്യും വീശിട്ടാ വന്നത്, ഒന്നുമില്ല. നബി തങ്ങൾ മദീനത്തെത്തിയതിന് ശേഷം ആദ്യം ചെയ്തത് മക്കത്തുനിന്ന് വന്ന ഒരാളെയും മദീനത്തുനിന്ന് വന്ന ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കി. നമ്മളെ പള്ളിക്കൊക്കെ ദർസോ അല്ലെങ്കിൽ ഇഫ്ള് കോളേജിക്കൊക്കെ കുട്ടികൾ വന്നാൽ വന്ന ദിവസം ഓരോ കുട്ടിനെ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെടുത്ത് കൊടുക്കും. ഇത് ഉച്ചക്ക് ഇയ്യ് കൊണ്ടേക്കോ, രാത്രി ഇയ്യ് കൊണ്ടേക്കോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും എന്ന മാതിരി മക്കത്തുനിന്ന് വന്ന ആൾക്കാരെ മദീനത്തുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഒരു അൻസാരിക്ക് കിട്ടി, ഒരു സഹാബിക്ക്. മൂപ്പര് പെരെ കൊണ്ടുപോയിട്ട് രാത്രി ചോറൊക്കെ കൊടുത്ത് കിടക്കാൻ നേരത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് അൻസാരി പറഞ്ഞു, നാളെ നേരം പുലർന്നാൽ എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, എനിക്ക് 2 പ്രധാനപ്പെട്ട കൃഷിത്തോട്ടങ്ങളുണ്ട്, ഈത്തപ്പഴവും മുന്തിരിയുമെല്ലാമുള്ള തോട്ടം. നീ നാളെ നേരം പുലർന്നാൽ എൻ്റെ 2 തോട്ടങ്ങളെയും ഒന്ന് നടന്നു കാണണം. അതിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ തോട്ടം ഞാൻ നിനക്കു തരാം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ആ അൻസാരി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിങ്ങളെ തോട്ടമൊന്നും വേണ്ട, എനിക്ക് നാളെ നേരം വെളുത്താൽ നിങ്ങൾ മാർക്കറ്റിക്കൊന്ന് എൻ്റെ ഒപ്പം വന്നിട്ട് കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതി പറഞ്ഞു. നമ്മളോടൊക്കെയാണ് ഇപ്പം എനിക്ക് 2 തോട്ടം ഉണ്ട്, അതിലൊന്ന് എനക്കണ്ട് തരാമെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അവർ തന്നാളി അറിയാം. നമുക്ക് ഓസി കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നാന്നുള്ളതാണ് നമ്മളെ പരിപാടി. അങ്ങനെയുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കേസാണ് ഈ BPL കാർഡിന് എന്താണ് അപേക്ഷ കൊടുക്കാൻ കാരണം. ഗവൺമെൻറ് പറയാം നിങ്ങൾ മുതലാളിയാണ് എന്ന്. അപ്പം നമ്മൾ പറയാം അല്ലേ ഞാൻ ഫക്കീറാവുന്നു എന്ന് അപേക്ഷ കൊടുക്കുക. ശരിക്കും പൈസക്കാരനാകാനാണല്ലോ അപേക്ഷ കൊടുക്കണ്ടേ, ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ടതിൻ്റെ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഞാനിത് നിങ്ങളോട് തമാശ കൂടെ പറയുകയാണെങ്കിൽ ഇതൊരു ഗൗരവമുള്ള വിഷയം കേട്ടോ. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അലതി ഫതഹ അല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ ഹബീബുനാ റസൂലുള്ളാഹി. നല്ലോണം മനസ്സിലായിക്കോളി. റമദാൻ മാസം വരുന്നുണ്ട്, 25 വരുന്നുണ്ട്, നല്ല മനസ്സിലായിക്കോളി. മൻ ഫതഹ അലാ നഫ്സിഹി ബാബം മിനൽ മസ്അല, ആരെങ്കിലും സ്വന്തത്തിൻ്റെ മേലില് യാചനയുടെ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ ഫതഹല്ലാഹു അലൈഹി 70 ബാബം മിനൽ ഫഖർ, അല്ലാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ 70 വാതിൽ തുറക്കുന്നതാണ്. അപേക്ഷ കൊടുക്കുന്നവൻ എക്കാലവും അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കും. എന്തേ? ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പടച്ചോനറിയാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് വല്ല റേഞ്ചും കിട്ടുന്നുണ്ടോന്നാവോ? എന്തായാലും നല്ല കേട്ടോളി, 25 വരുന്നുണ്ടല്ലോ. ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ 70 വാതിൽ തുറക്കും. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി. എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ദരിദ്രനാകുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട്. 25,000 സക്കാത്ത് കിട്ടിയെന്ന് വിചാരിക്കുക.
27 നേരം വെളുത്തേക്കിന് സുബീൻ്റെ മുമ്പ് തന്നെ ഇറങ്ങി പുറപ്പെട്ടു. എല്ലാവരുടെ അടുത്തും പോയിട്ട് 50 ഉറുപ്പ്യ വാങ്ങി കുറച്ച് പൈസ കിട്ടി. ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നുങ്ങാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് അങ്ങനെ മനസ്സിൽ പറയും, പടച്ചോനെ ഇക്കൊല്ലത്തെ 27 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു. അടുത്ത കൊല്ലത്തെ 27 കുറച്ച് തോനക്കായ് തരണേ അല്ലാ. ഓൻ്റെ കൽബിലുള്ള ആഗ്രഹം എന്താ അതിൻ്റെ അർത്ഥം? അടുത്ത കൊല്ലത്തെ 27 എന്നെ തെണ്ടിയാക്കണേ എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താ ഓന് നേരെ തിരിച്ചാഗ്രഹിച്ചാൽ, പടച്ചോനെ ഈ കൊല്ലത്തെ 27 എനിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കായ് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 27 എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണേ പടച്ചോനെ എന്ന് ദ്വാരന്നിരുന്നെങ്കിൽ എന്താ അള്ളാഹ്ക്ക് നമുക്ക് തരാൻ പാടില്ല എന്ന് വല്ല വാശിയുണ്ടോ? ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല. ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണത് തന്നെയാണ്. നമ്മളുള്ള ബർക്കത്ത് നമ്മൾ തന്നെ കളയണത്. എന്താ മുതലാളിയാവാൻ ആഗ്രഹിച്ച വല്ല പ്രശ്നമുണ്ടോ? അള്ളാഹുവേ 3 സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പെരിന്തരണേ പഠിച്ചോനേന്ന് മൂപ്പര് ദ്വയണത്. ഉംറക്ക് പോയിട്ട് അവിടുന്ന് ദ്വരക്കുക. 3 സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പെരയും. അള്ളാൻ്റെ അടുത്ത് 10 സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാൻ. ആരോടാ ഈ ദ്വരക്കണേ? 10 സെന്റ് ഇല്ലാത്തവനോടാ ദ്വരക്കണേ? എന്താ ഒരു 10 സെന്റ് സ്ഥലം അതിലൊരു 2 നിലയുള്ള പെരയും മുറ്റത്തൊരു കാറും ഒക്കെ ആഗ്രഹിച്ചാൽ വരിക? ആഗ്രഹിച്ചാലേ കിട്ടൂ, അല്ലാത്ത കിട്ടൂല. കൽബിൻ്റെ ആഗ്രഹത്തെയാണ് ദുആ എന്ന് പറയണത്. കൽബിൻ്റെ ആഗ്രഹം ദുആയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പം എന്തേ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. ഞാൻ സാധുവായാൽ മതി എന്നൊരു ചിന്ത അവൻ്റെ അടുത്തുണ്ട്. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാൾ ഖുത്ബോദിനൊരു പള്ളി കയറി അസർസ്കരിക്കാൻ. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വയസ്സായ ആൾ വന്നു. വയസ്സായ ആൾ അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫൈസി എന്നോട് പറഞ്ഞു, ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുമ്പന്തിയിലുണ്ടാവും, നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം, മൂപ്പർക്ക് ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളിങ്ങോട്ട് നീച്ചിട്ട് പറഞ്ഞു, ഒരു ബൈപ്പാസോ 2 ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് കാരണം വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ. ഈ ബൈപ്പാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കല്യാണ നിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ മൂപ്പര് വിചാരം ഇതെന്തോ വലിയ സർട്ടിഫിക്കറ്റാണ് എന്നാണ്. മധുരമില്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര് വിചാരം. ഞാൻ എന്തങ്ങോട്ട് പറഞ്ഞത്, രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട്. 8 ദിവസം ആശുപത്രിയിലായിരുന്നു, കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവതരണം കേട്ടാൽ മൂപ്പര് വല്ല കുവൈത്ത് നിന്ന് വരികയാണെന്ന് അപ്പം പറഞ്ഞത് തോന്നും. ആശുപത്രി കടന്ന് ഇത്ര വലിയ അഭിമാനമുള്ള കാര്യം. രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നമിരിക്കുന്നു. ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ദുആ ചെയ്യേണ്ടത്. ഉസ്താദേ, ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു സംഘമുണ്ട്, ഒരു ഡേറ്റ് വേണം. ഏതാ കുടുംബം? തെക്കേതിൽ, വടക്കേതിൽ, കിഴക്കേതിൽ, പടിഞ്ഞാറേതിൽ, മേലേതിൽ, താഴത്തേതിൽ, നടുവിൽ. ഇതാണ് കുടുംബം. കുടുംബ സംഘമുണ്ടോ, ഒന്ന് വരുമോ? കുഴപ്പമില്ല, നടത്തിക്കോളി. ഒരു കുടുംബത്തിൽ ഒരു മൂല്യർ വേണം. അതാണ് ഞാൻ പറയണത്. കുടുംബത്തിൽ നിന്ന്, ഒരു വലിയ കുടുംബത്തിൽ നിന്ന്, ഒരു തറവാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ വേണം, ഒരു എഞ്ചിനീയർ വേണം, ഒരു പോലീസുകാരൻ വേണം, ഒരു പഞ്ചായത്ത് ഓഫീസർ വേണം, ഒരു വില്ലേജ് ഓഫീസർ വേണം, ഒരു മൂല്യരും വേണം. ഒരു ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനായിരിക്കണം കുടുംബസംഘം എന്ന് പറഞ്ഞത്. എല്ലാവരും കൂടി മൂല്യന്മാരാണെന്ന് ഞാൻ പറയണില്ല. പിന്നെ എനിക്കെന്താ പണി? നിങ്ങൾ എന്നോട് വയതും അറിയില്ല, എന്നെ വിളിച്ചില്ലല്ലോ. എല്ലാവരും മൂല്യരാവണ്ട, പക്ഷെ ഒരു തറവാട്ടിൽ ഒരാൾ മൂല്യരാവണം. ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ ആലിമായിരിക്കണം.
അതന്നെ ആ തറവാട്ടത്തെ ദീനിയായ കാര്യങ്ങൾക്ക് ആ ആലിമ് നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം വരണം. ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം. എല്ലാ വലിയ തറവാട്ടുകാരും ആലോചിക്ക്, അവനാൻ്റെ തറവാട്ടിൽ നല്ല കഴിവുള്ള തഹസീലായ മുഴുവൻ കഴിവുള്ള ഒരു മുലിയരുണ്ടായിരിക്കണം, ഒരു ആലിമുണ്ടായിരിക്കണം. അതൊക്കെയാണ് ഈ മാറ്റം എന്ന് പറയുന്നത്. ഇല്ലാതപ്പോൾ എന്തെയും മാറ്റം എന്ന് പറയുന്നത്? അതുകൊണ്ട് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. മക്കളുടെ ഈമാൻ സംരക്ഷിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ദീനിൻ്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കണം. ആലിമീങ്ങൾ വരല് ഗൾഫ് ഫാമിലിയിൽ നിന്ന് പിന്നെയും കാണുന്നുണ്ട്. നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ കുറവാണ്. നിങ്ങൾ എന്നോടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എവിടെങ്കിലും ആരെങ്കിലും അതിന് എതിരില്ലാതൊന്നും ഞാൻ പറയണില്ല. പൊതുവെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ കുറവാണ്. ഗൾഫുകാരുടെ മക്കളിൽ പിന്നെയും കാണാം. ഗവൺമെൻറ് ജോലിക്ക് ഞാൻ എതിരല്ല കേട്ടോ. ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് പരിശീലനം കൊടുക്കണം, അപേക്ഷ കൊടുക്കണം, കോച്ചിങ് കൊടുക്കണം, PSC കോച്ചിങ് സെൻ്ററുകൾ വേണം, പരീക്ഷ എഴുതണം, ഗവൺമെൻറ് ജോലി നേടണം. ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണ് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അതോടൊപ്പം ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരുന്നതായി കാണുന്നില്ല. അതൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മളിപ്പോൾ ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഞാനിതിന് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ യോജിക്കുമല്ലേ എന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, ജോലി വളരെ കുറവുമായിരിക്കും, വരുമാനം വളരെ കൂടുതലുമായിരിക്കും. ഉള്ള ജോലി മര്യാദക്ക് ചെയ്യൂല. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിലാകെ പണി 200 ദിവസമേ ഉള്ളൂ. ആ 200 ദിവസം പണിക്ക് പോകുമോ? പോകൂല. പോയ ദിവസം പണിയെടുക്കണമെങ്കിൽ കായ് നമ്മൾ വേറെ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും. ആ കിട്ടണ കായ്ക്ക് ചെയ്യൂല. ഇതന്നെ പ്രശ്നം. എന്താ പരിഹാരം? നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായി നിർവഹിക്കണം. എക്സ്ട്രാ ജോലി ഉണ്ടെങ്കിൽ അത് വാങ്ങി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. ശമ്പളം പറ്റണം, നയിപ്പ് കൂലി പറ്റരുത്. കൈക്കൂലി എന്ന് ഞാൻ പറയണില്ല, നയിപ്പ് കൂലി വേറെ വാങ്ങരുത്. ശമ്പളത്തിൽ നിന്ന് നയിച്ചണം. മറികടക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം അതിനുണ്ട്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവുമല്ലോ. കച്ചവടക്കാരെടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു സാധുവായ മനുഷ്യൻ, കാലില്ലാത്തവൻ, കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ ചെന്നിട്ട് കൈയാട്ടിയാൽ എന്തെങ്കിലും വലിപ്പൊന്നും എടുത്തു കൊടുക്കും. ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ്റെ അടുത്ത് ചെന്ന് കൈ കിട്ടിയാലോ അതിനായിട്ടുള്ള ഫണ്ടും അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല. 1.5 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടാവും. സ്വതക്കക്ക് വിഹിതം മാറ്റി വെക്കുന്നില്ല എന്നത് പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഏത് സമ്പത്തിലും സ്വതക്കക്ക്, ദാനധർമ്മങ്ങൾക്ക് വിഹിതമില്ലെങ്കിൽ അതിൽ ബർക്കത്തുണ്ടായിരിക്കൂല. ഏത് വരുമാനാണെങ്കിലും ശരി. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് വിഹിതം മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതൊക്കെ ചെയ്തെങ്കിലേ മക്കൾ നല്ല കോലത്തിലാണ് പോകുള്ളൂ. ഇതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിശ്ചയിക്കപ്പെട്ട ജോലി സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കും വേണം. എക്സ്ട്രാ ജോലികൾ ഏറ്റെടുക്കും വേണം. രണ്ടാമത്തത്, എത്ര കുറച്ചാവട്ടെ കൂടുതലാവട്ടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം സ്വതക്കക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. നല്ല ബർക്കത്തുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വളരെ വലിയ പ്രതാപമുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ കാലത്തെ ആളുകൾ ജീവിച്ചു പോന്നിരുന്നു. ഏത് വിഷയങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നതില്ലാതെയായിപ്പോയി. നമ്മളെ പള്ളിയൊക്കെ എങ്ങനെയാ വെച്ചാൽ നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 3 മിനിറ്റ് മുമ്പ് തുറക്കും. ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ എല്ലാവരും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങണോടുകൂടെ പൂട്ടി. പിന്നെ ഹൗലും കലക്കത്തെ ചളിയിൽ നിന്ന് നിസ്കരിക്കണം പിന്നെ വരുന്ന ആള്. എന്താ കാരണം? നമ്മൾ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. സൗകര്യത്തിനുള്ള കാർപ്പറ്റ് ഇട്ടത് അസൗകര്യമായി മാറിയാൽ ഈ സൗകര്യത്തിന് എന്തേ കാര്യം ഉണ്ടായത്? ഫ്രണ്ടിൽ വലിയ ഗേറ്റ് വെച്ചിട്ട് പകുതി ഗേറ്റ് അടിയിൽ കുറ്റിയിട്ടിട്ടുണ്ട്, മേലെ കയറുകൊണ്ട് കെട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഗേറ്റ്? ഞങ്ങളോട് തന്നെയല്ലേ ഈ പറയണത്? അല്ല, ഞാൻ വേറെ ആരോടെങ്കിലാണോ ഈ പറയണതെന്ന് തോന്നി. ഞങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ പള്ളിയൊന്നും കണ്ടില്ല, ഈ നിക്കാരപ്പള്ളി മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയ ഗേറ്റ് ഉണ്ടാവും ഹൗദിൻ്റെ അവിടെ. മുറ്റം മൊത്തം കട്ട വിരിച്ചിട്ടുണ്ടാവും, തുപ്പാൻ സ്ഥലം ഉണ്ടാവില്ല.
എന്നിട്ട് ഒരു വയസ്സായ ആൾക്ക് തുപ്പണമെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കണം. കട്ടട്ടോളി ഒരു കുഴപ്പമില്ല, തുപ്പാൻ ഒരു ചെടിച്ചട്ടിയിൽ ലേശം മണലാക്കിയിട്ട് വെക്കാനും കൂടി ഒഴിവുള്ളവൻ മുറ്റത്ത് കട്ടിടാം. സൗകര്യം എന്ന പേരിൽ അസൗകര്യം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് സൗകര്യമല്ലേ, അത് സൗകര്യം തന്നെ ആയിരിക്കണം, അത് പിന്നെ അസൗകര്യമായി മാറരുത്. അപ്പോഴൊക്കെ സംഗതിയുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ പള്ളിയൊക്കെ വളരെ ഉഷാറാണ്, ആകെ 5 മിനിറ്റ് 10 മിനിറ്റ് തുറക്കാൻ ഇത്ര ഉഷാറാക്കേണ്ട കാര്യം എന്താ? പിന്നെ ആംപ്ലിഫയർ ആരെങ്കിലും കട്ടുണ്ടാവും എന്ന് പേടിയാണെങ്കിൽ ആംപ്ലിഫയറിന് മാത്രമായിട്ട് ഇരുമ്പിൻ്റെ ഒരു കൂടുണ്ടായി കളി. മനുഷ്യന്മാർക്ക് നിക്കരിച്ചുള്ള സൗകര്യം വേണ്ടേ? അത് ഹൗദും കരക്കത്തെ ചളിയിൽ നിൽക്കണം, എന്നാൽ പള്ളിക്ക് എല്ലാ സൗകര്യം ഉണ്ടേനും. 5 ബാത്റൂം ടൈൽസ് ഇട്ട് പള്ളിക്കുണ്ട്, 5 ബാത്റൂം ഉണ്ട് ടൈൽസ് ഇട്ടത്, 5ഉം പൂട്ടിക്കുക. പള്ളിയിൽ ദ്വാക്ക് ജാപത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അടങ്ങേറ് കക്കൂസ്കോളുടെ അടങ്ങേറാണ്. അതിന് സമ്മതിക്കൂലെങ്കിൽ ഓന്റെ അടങ്ങേറ് അള്ളാഹുത്തല കേൾക്കൂല. ഉറപ്പാണ് ആ സംഗതി. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതല്ലേ. ആ ബുദ്ധിമുട്ട് ഇവിടെ പരിഹാരമല്ല. 5 എണ്ണം ഉണ്ട്, 5ഉം പൂട്ടിക്കുക. എവിടുന്ന നേരാകുക? എന്നിട്ട് അതിനൊക്കെ നമ്മൾ വാശി പിടിക്കുക. ഇതൊക്കെ എങ്ങനെ? കമ്മിറ്റി യോഗം കൂടിയാൽ ആദ്യം എടുക്കണ ഏറ്റവും വലിയ തീരുമാനം യാചന കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതിന്റെ പുറത്ത് മൗലവിയരോട് ഈ പള്ളിയിൽ പിരിവ് അനുവദിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. ബക്കറ്റ് പിരിവില്ലേ ഇവിടെ? ഇല്ലേ? ആ പിരിച്ചോളി. ബിലാൽ റളിയല്ലാഹു അൻഹു വേഗം കൊണ്ടൊരു ബക്കറ്റ്. മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിവ് തുടങ്ങിയിട്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനത്തെ പള്ളിയിലെ ളുഹർ നിസ്കാരം കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിലാലേ ഒരു വിരുന്നേരം വന്നിട്ടുണ്ട്, എന്തേലൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ എല്ലാവരും ഒന്നും വാങ്ങിക്കാണ്ട് കൊടുക്കും. അസർ നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരാളുണ്ടാവും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിലാലേ ഒരു വിരുന്നേരണ്ട്, എന്തേലും വാങ്ങിക്കൊടുക്കുക അറിയും. ഞാൻ പിന്നെയും വാങ്ങിക്കൊടുക്കും. അങ്ങനെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിവ് നടത്തിയിട്ട് തുടങ്ങിയതാണിത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, തെരുണോൻ തന്നുകാണ്ടിരിക്കും, എതിർക്കണോ എതിർത്തുകാണ്ടിരിക്കും. തെരുണോൻ്റെ ഇരുന്ന് വാങ്ങുക, എതിർക്കണോനോടൊന്നും ഉണ്ടാതിരിക്കുക. തെരുണോ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് വരുമ്പോൾ ഒരു 500ൻ്റെ നോട്ടും ഒരു 100ൻ്റെ നോട്ടും ഒരു 50ൻ്റെ നോട്ടും ഒരു 10ൻ്റെ നോട്ടും വെച്ചിട്ടാ വരിക. ഇമാമ് പറയുമ്പോൾ അറിയാം ഏത് നോട്ടാ എടുക്കേണ്ടത്, അതിനനുസരിച്ച് എടുക്കും തെരുണോൻ. തരാത്തോനോ ആ കുപ്പായ അവിടെ ഇട്ടിട്ട് വേറൊരു കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും, കാലി അതാ കുപ്പായം മറന്നു തരൂല. എന്നിട്ട് ഓൻ പറയും ഇറങ്ങിയതിൻ്റെ ശേഷം എന്ത്, ഈ പള്ളിക്ക് എന്നും പിരിവെന്നെയാണ്, ഓ എന്നും കുപ്പായം മാറിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ അവരെ പറയേണ്ട ആവശ്യം? തെരുണോൻ തന്നുകൊണ്ടിരിക്കും, എതിർക്കണോ എതിർത്തുകൊണ്ടിരിക്കും. എതിർക്കണോനോടൊന്നും മുണ്ടാൻ പോണ്ട, തെരുണോൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഓനങ്ങനെ ഒരു ശീലം വരും. നമ്മളെ കുട്ടികളെ വരെ നമ്മൾ വേണ്ടാത്തതാ പഠിപ്പിക്കണേ. കുട്ടികളെ വരെ ഇപ്പം റമദാൻ മാസം കഴിഞ്ഞില്ലേ, പെരേക്കൊരു മിസ്കീനായ ഒരു സാധുവായ മനുഷ്യൻ വരികയാണെങ്കിൽ, ഒരു സാധുവായ മനുഷ്യൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സാധുവായ മനുഷ്യൻ പെരേക്ക് വരികയാണെങ്കിൽ വാപ്പ ഡൈനിങ് ഹാളിൽ എന്നിട്ട് കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കും, ആരാ വരുന്നത്? ഒരു മിസ്കീൻ വരുന്നുണ്ട്. മകനോട് പറയാണ്, കുട്ടി ആരോ ഒരാൾ വരുന്നുണ്ട്, ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞളട്ടോന്ന്. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഓല് എതിർക്കാതിരിക്കുക? എന്താ ചെയ്യേണ്ടത്? ഒരു 10ൻ്റെ ഓട്ട് എടുക്കണം. ഒരു 10ൻ്റെ ഓട്ട് എടുത്തിട്ട് കുട്ടിയുടെ അടുത്ത് കൊടുക്കണം, മോനെ നമ്മളടുത്ത് ഒന്നുമില്ല, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് ഒരു സാധുവായ മനുഷ്യൻ വരില്ലേ, അങ്ങനെ വെറും കയ്യോടെ മടക്കണത് ശരിയല്ലല്ലോ മോനെ. അതുകൊണ്ട് വാപ്പാന്റെ കുട്ടി ഈ പൈസ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തളാന്ന് പറഞ്ഞിട്ട് ഓനെ ഏൽപ്പിച്ചാല് ഈ ദീനിന്റെ സംസ്കാരം എന്താണ് എന്ന് അവൻ അറിയാമായിരുന്നു. അതിന് പകരം വാപ്പ പത്തായത്തിലില്ല എന്ന് പറഞ്ഞോട്ടോന്നാ ഏൽപ്പിച്ചത്. അതാണ് പടിഞ്ഞു കുട്ടിക്ക് തന്നെ സംഗതി ഉണ്ടായത്. അതുകൊണ്ട് മുസ്ലിമിന്റെ സംസ്കാരം എന്താണെന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. പള്ളിക്ക് ചെന്നിട്ട് വെള്ളിയാഴ്ച അല്ല, ഞങ്ങൾ ഉടനല്ലേ പറയണേ, അല്ല ഇടക്കിടക്ക് ചോദിച്ചേണ്ടി വരികയാണ്. പള്ളിക്ക് വെള്ളിയാഴ്ച ചെന്നിട്ട് മേലെന്ന് ഭയങ്കര വർത്താനം, പള്ളിൻ്റെ മേലെന്ന് ഭയങ്കര വർത്താനം. പള്ളിക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ വന്നിട്ട് മൂപ്പര് പറയാണ്, എന്താ ഇപ്പം നമ്മളെ പള്ളിക്കത്തൊരു കഥ, ചെറുക്കന്മാരുണ്ട് വന്നുങ്ങാണ്ട് മേലെ കയറി നിങ്ങാണ്ട് നായാട്ടാണ് എന്ന് പറയണ ആള്
ചോറയിച്ചാൻ വേണ്ടി പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ ചെറുക്ക ഉണ്ടാവുമല്ലോ പെരയിൽ, ഒന്ന് ചോദിച്ചൂടെ അവിടെ ചെറുക്ക കുട്ടിയെ, ബാപ്പാൻ്റെ കുട്ടി ഇന്ന് പള്ളിൻ്റെ മേലെ ഇരുന്നിരുന്നത് ആ വർത്താനം പറഞ്ഞിരുന്ന സെറ്റിൽ ഇജ്ജ് ഉണ്ടായിരുന്നോ എന്നൊന്ന് ചോദിച്ചോ? അത് ചോദിക്കൂല. മൂപ്പര് അസർക്ക് വീണ്ടും വന്ന് അങ്ങാടി ഇതുവാണെങ്കിൽ പറയും, എന്താ അപ്പം നമ്മളെ ആ വർത്താനം പറഞ്ഞ മേലെ ഇരിക്കണ ചെക്കൻ ബാപ്പുള്ള ചെറുക്കൻ തന്നെയാണ്, പെരേന്ന് വന്ന തന്നെയാണത്. ആ പെരയിലൊന്നും ചെന്നുകാണ്ട് ആ ചെറുക്കനോട് ചോദിച്ചൂടെ ഇജെന്ന് ആ പള്ളിൻ്റെ മേലെ കയറിയിരുന്നാണ്ട് വർത്താനം പറഞ്ഞോന്ന്? അത് ചെയ്യൂല. മൂപ്പർക്ക് അങ്ങാടിയിൽ വാപ്പയാകാൻ ഭയങ്കര രസമാണ്. പെരയിൽ വാപ്പയാകാൻ തന്നെ ദേശം പണിയുണ്ടാവും അതിന്. അങ്ങാടിയിൽ വാപ്പയാകാൻ ആർക്കാ പറ്റാത്തത്? അവനാൻ്റെ പെരയിൽ വാപ്പയാകണം, വാപ്പി ഇമ്മയാവണം. അത് രസം ഇടങ്ങേറുള്ള കാര്യക്കാരം. എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഈ കാലഘട്ടത്തിലെ നല്ല മനുഷ്യന്മാരായി ജീവിക്കാനും മക്കളിലേക്ക് അത് കൈമാറാനും നമുക്ക് കഴിയണം. എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഇക്കാലഘട്ടത്തിലെ മുത്തഖീങ്ങളായ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും ആ ഒരു സന്ദേശം കൈമാറാനും പറ്റണം. അപ്പോഴാണ് വിജയം എന്ന് പറയുന്നത്.